ചുവപ്പു നിറം, ഭൂമിക്ക് സമാനമായ സവിശേഷതകൾ, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസ്, വലിയ താഴ്വര, ഭൂമിയെപ്പോലെ ഋതുക്കൾ എന്നിങ്ങനെ ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞ ചൊവ്വാഗ്രഹത്തിൽ ജീവന്റെ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് ആഴത്തിൽ സംശയിക്കത്തക്ക തെളിവുകൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നു. ചൊവ്വയിൽ പര്യവേഷണം നടത്തുന്ന ഏറ്റവും ആധുനിക റോവറായ നാസയുടെ പെർസെവറൻസ് ശേഖരിച്ച സാമ്പിളിൽ ചൊവ്വാഗ്രഹത്തിൽ ഒരിക്കൽ ജീവനുണ്ടായിരുന്നു എന്ന സാധ്യതയിലേക്ക് ശാസ്ത്രലോകത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഭൂമിക്ക് പുറത്ത് ജീവൻ ഉണ്ടായിരുന്നോ, നിലവിലതുണ്ടോ എന്നിങ്ങനെയുള്ള സങ്കീർണമായ ചോദ്യത്തിന് ശാസ്ത്രലോകം ഉത്തരം തേടുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന ഗോളമാകുകയാണ് ചൊവ്വ അഥവാ മാഴ്സ്. ഭൂമിയിലേതുപോലെ ജീവന്റെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ പല സവിശേഷ സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞു വരേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ജലത്തിന്റെ സാന്നിധ്യമാണ്. പല ഗ്രഹങ്ങളിലും ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ജലസാന്നിധ്യം ഉള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അല്പം ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. കാലങ്ങൾക്ക് മുമ്പ് ചൊവ്വ എന്ന ഗ്രഹം ഇങ്ങനെ വരണ്ടുടങ്ങിയതായിരുന്നില്ല. ഏകദേശം 400 കോടി വർഷം മുമ്പ് കടലും ജലാശയങ്ങളും പുഴകളുമൊക്കെയുള്ള ജലത്താൽ സജീവമായിരുന്നു അത്. 410 കോടി മുതൽ 307 കോടി വർഷം വരെയുള്ള ചൊവ്വയുടെ കാലം നൊവാക്കിയൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്നത്തേക്കാൾ ചൂടുള്ള കാലാവസ്ഥയും അന്തരീക്ഷമർദ്ദം ഏറെ ഉയർന്നതും ഉപരിതലത്തിലെ ജലമായി തന്നെ നിലനിൽക്കാൻ സഹായിച്ചിട്ടുണ്ടാകണം. ഏതായാലും വലിയ സമുദ്രങ്ങളും അഗ്നിപർവ്വതങ്ങളും ചൊവ്വയിൽ സാധാരണമായിരുന്നു. ഭൂമിയിൽ ജീവൻ ഉടലെടുത്തതും ഏതാണ്ട് ഇതേ കാലഘട്ടത്തിലാണ് എന്നതും നാം ഓർക്കേണ്ടതുണ്ട്. എന്നാൽ സ്വന്തം അന്തരീക്ഷം പിടിച്ചു നിർത്താനുള്ള ഗുരുത്വാകർഷണം ചൊവ്വയിൽ കാര്യമായി ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ 370 കോടി മുതൽ 300 കോടി വർഷം വരെയുള്ള കാലത്തോടെ ചൊവ്വയെ അതിൻ്റെ പ്രതാപം വിട്ടൊഴിയാൻ തുടങ്ങി. അന്തരീക്ഷം ഇല്ലാതാവുകയും സമുദ്രങ്ങളെല്ലാം പതിയെ ബാഷ്പീകരിച്ച് ഇല്ലാതാവുകയും ചെയ്തു. അപ്പോഴും ജലം ചൊവ്വയിൽ നിലനിന്നിരുന്നു. താപനിലയും മർദ്ദവും വളരെ താഴ്ന്നു. വെള്ളം പിന്നെയും നഷ്ടപ്പെട്ടു. എവിടെയൊക്കെയോ ബാക്കി നിന്ന ജലം ഐസായി മാറി. ചൊവ്വയിൽ വെള്ളമൊഴുകിയ കാലഘട്ടം ജീവന്റെ രൂപീകരണത്തിനും വികാസത്തിനും ഏറെ അനുയോജ്യമായിരുന്നു. അന്നത്തെ വലിയ ജലാശയങ്ങളുടെ സാന്നിധ്യം ഈ വ്യത്യസ്ത ഗ്രഹത്തെ സംബന്ധിച്ച് ആഴത്തിൽ പഠിക്കേണ്ടതിന്റെ ആവശ്യകത ഗവേഷകർക്ക് ബോധ്യപ്പെടുത്തി. ചൊവ്വയിലേക്ക് ജീവനെ അന്വേഷിച്ചുള്ള പര്യവേക്ഷണങ്ങൾക്ക് ഏറെ പ്രാധാന്യം വന്നതും അങ്ങനെയാണ്. 2012 ചൊവ്വയിലെത്തിയ നാസയുടെ ക്യൂരിയോസിറ്റി റോവറാണ് നിർണായക വിവരങ്ങൾ നൽകിയത്. സഞ്ചരിക്കുന്ന ഒരു ലബോറട്ടറി തന്നെയായിരുന്നു അത്. പണ്ട് ജലാശയമായിരുന്ന ഗെയിൽ ക്രേറ്ററിലാണ് ക്യൂരിയോസിറ്റി ഇറങ്ങിയത്. പണ്ട് ജലമുണ്ടായിരുന്നതിൻ്റെ നിർണായക തെളിവുകൾ നൽകാൻ റോവറിനായി. ഗെയിൽ ക്രേറ്ററിലെ ഒരു പ്രദേശത്ത് കളിമൺ ധാതുക്കൾ കണ്ടെത്തിയതാണ് നിർണായകമായത്. ജലസമൃദ്ധമായ എന്നാൽ സൂക്ഷ്മാണുക്കൾക്ക് വളരാൻ അനുയോജ്യമായ ഇടമായിരുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു അത്. ക്യൂരിയോസിറ്റി ദൗത്യം ഇപ്പോഴും സജീവമായി തുടരുകയാണ്. അതേസമയം തന്നെ ക്യൂരിയോസിറ്റിയേക്കാൾ മികച്ച പരീക്ഷണശാലിയും പേറിയാണ് പെർസെവറൻസ് പേടകം 2021 ചൊവ്വയിലെ ജസീറോ ക്രേറ്ററിൽ ഇറങ്ങിയത്. പ്രാചീന ജീവന്റെ സാന്നിധ്യം തിരയുന്നതിനൊപ്പം ചൊവ്വയിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ച് സുരക്ഷിതമായ കുഴലുകളിലാക്കി ദീർഘകാലത്തേക്ക് സൂക്ഷിക്കാനുള്ള സംവിധാനവും അതിലുണ്ടായിരുന്നു. പെർസെവറൻസ് നടത്തിയ ഒരു പഠനമാണ് ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ജസീറോ ഗർത്തത്തിൽ ഒരു നദി ഒഴുകിയിരുന്നു എന്ന് കരുതപ്പെടുന്ന ഭാഗമുണ്ട്. 2024 അവിടെ കണ്ട ഒരു പാറ ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയാകർഷിച്ചു. ഹെമറൈറ്റ് അടങ്ങിയ ഈ പാറയിൽ കാൽസ്യം സൾഫേറ്റിന്റെ അംശവും ധാരാളമായി ഉണ്ടായിരുന്നു. തവിട്ട് നിറമുള്ള ഈ പാറയിൽ അങ്ങിങ്ങായി വെളുത്ത നിറത്തിലുള്ള അടയാളങ്ങൾ. ചെയാവ ഫാൾസ് എന്നാണ് ഗവേഷകർ ഈ പാറയ്ക്ക് പേര് നൽകിയത്. ഇവിടെ നിന്ന് ശേഖരിച്ച സഫയർ കാന്യൺ എന്ന് വിളിക്കുന്ന സാമ്പിളിന്റെ പ്രാഥമിക പഠനം പെർസെവറൻസ് തന്നെ ചെയ്തു. ജീവന്റെ അടയാളം അഥവാ ബയോസിഗ്നേച്ചർ ഉണ്ടാകാൻ സാധ്യതയുള്ള സാമ്പിളാണിത്. ജൈവികമായ എന്തെങ്കിലും പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ഘടനയോ ധാതുക്കളോ ഒക്കെയാണ് ബയോസിഗ്നേച്ചർ എന്ന് അറിയപ്പെടുന്നത്. പൊട്ടൻഷ്യൽ ബയോസിഗ്നേച്ചർ ചൊവ്വയിൽ കണ്ടെത്തുക എന്നത് തന്നെ വലിയ കാര്യമാണ്. എന്നാൽ വിശദമായ പഠനം ഇനിയും വേണ്ടിവരും. 2028 നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ദൗത്യമാണ് മാർസ് സാമ്പിൾ റിട്ടേൺ മിഷൻ. പെർസെവറൻസ് ശേഖരിച്ചു വെച്ചിരിക്കുന്ന വിവിധ സാമ്പിളുകൾ ഭൂമിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ദൗത്യമാണിത്. 2033 സാമ്പിളുകൾ ഭൂമിയിലെത്തും. അതിൽ മുകളിൽ പറഞ്ഞ സഫയർ കാന്യൺ സാമ്പിളും ഉണ്ടാകും. ഭൂമിയിലെ വിശാലമായ ലാബിൽ ഇതെല്ലാം പഠനവിധേയമാക്കുന്നതോടെ ചൊവ്വയുടെ ചുരുളുകൾ അഴിയും.